ഹായ്, ഞാൻ ഫിദ പരിഷ. ഒരു നീറ്റ് ആസ്പിറന്റ് ആണ്. ഈ വീഡിയോയിൽ എന്റെ നീറ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോണത്. കുറെ പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ നീറ്റ് സ്കോർ, ഞാൻ കോളേജിൽ എന്തെങ്കിലും അഡ്മിഷൻ എടുത്തോ, എങ്ങനെയാണ് എന്റെ നീറ്റ് ജേർണി എന്നാണ് ചെയ്യുന്നത്. ഞാനൊരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങള് ഇംഗ്ലീഷ് സാറ് കയറി വന്നു. സാർ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്നൊരു പേഴ്സണെ കണ്ടു. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ 5th പഠിപ്പിക്കുന്ന സാറാണോ? അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ 5th പഠിപ്പിക്കുന്ന സാറാണോ? അപ്പോൾ ഈ 5th 6th പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെന്താണോ ഇപ്പൊ ലൈഫിൽ ലക്ഷ്യം വെക്കുന്നത് ആ സ്ഥലത്തേക്ക് അവർക്ക് എത്താൻ പറ്റും എന്നൊരു സാധനമാണ് ആ പേഴ്സൺ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ സാറ് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറിയിട്ട് പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് വെക്കുക, എല്ലാവരും സ്റ്റാൻഡപ്പ് പൊസിഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്താ ലൈഫിൽ ആവാൻ ആഗ്രഹം അതൊന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞു. സലാം സാർ അന്ന് ഞാൻ കണ്ണടച്ച് ഞാൻ തിങ്ക് ചെയ്തത്, എനിക്ക് ഡോക്ടർ ആവണം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഫിദ ഫരിഷ, എൻ്റെ പേരിൻ്റെ മുന്നിൽ ഡോക്ടർ എന്നൊരു സാധനം വരണം. അതായിരുന്നു ലിറ്ററലി ഞാൻ അതായിരുന്നു ശരിക്കും ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 സയൻസ് എടുക്കണോ എന്നുള്ളത്, ഏത് ഗ്രൂപ്പ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഒരു വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നു. 10th കഴിഞ്ഞു, സയൻസ് എടുത്തു. പക്ഷെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, എനിക്ക് മാത്സ് ഒട്ടും തലയിൽ കയറില്ലായിരുന്നു. മാത്സ് ഇല്ല നീറ്റിന്, എന്നാൽ പോലും എനിക്ക് മാത്സ് ഒട്ടും തലയിൽ കയറാത്തതുകൊണ്ട് തന്നെ ഞാൻ മാത്സ് സ്കിപ്പ് ചെയ്തിട്ട് സൈക്കോളജി ചൂസ് ചെയ്തു. ബയോളജി, സൈക്കോളജി, ഫിസിക്സ് അങ്ങനെയായിരുന്നു എൻ്റെ കോമ്പിനേഷൻ വന്നിരുന്നത്. പക്ഷേ ഇത് എനിക്ക് നീറ്റിൽ ഭയങ്കരമായിട്ട് അതൊരു ഡിഫക്റ്റ് ആയിരുന്നു. കാരണം അറിയാം ഫിസിക്സിൽ എത്രമാത്രം അത് എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞു. ആൻഡ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ കടലാസ് തോണി പേജൊക്കെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് സാർ അത് പത്രത്തിൽ വന്ന സമയത്താണ് സാറിനെ ഞാനൊന്ന് വിളിക്കാനുണ്ടായി. കോൾ ചെയ്യുന്ന സമയത്ത് സാറിന് ഓർമ്മയുണ്ടോ, സാർ ഇങ്ങനെ അന്ന് ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ സമയത്ത് സാർ അടുത്തേക്ക് പറഞ്ഞു, ഫിദാറ്റ് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പ്രൗഡ് ചെയ്യുന്നുണ്ട്, നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിന്യൂ ചെയ്യണം, ഇനി നീറ്റ് എഴുതാൻ പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് സാർ പറഞ്ഞു. +2 കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പെട്ടെന്ന് തന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനോ റിപ്പീറ്റേഴ്സ് ബാച്ചിന് ജോയിൻ ചെയ്യാനോ ഒന്നും ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ശരിക്കും +2 കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിൽ ഒരു വലിയ ട്രാജഡി നടന്നൊരു സമയമാണ്. അതായത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മരണം. അതെന്നെ വളരെയധികം എല്ലാ രീതിയിലും അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എനിക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ സമയത്ത് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ജോബ്, എന്തെങ്കിലും ഒരു ജോലിക്ക് ഞാൻ പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈൻഡ് ഒന്ന് മാറും എന്ന് കരുതി ഞാൻ ഒരു പാർട്ട് ടൈം ജോബിന് 18 വയസ്സ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, +2 കഴിഞ്ഞ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു പാർട്ട് ടൈം ജോബിൽ പോവാണ്. പാർട്ട് ടൈം ജോബ് ഒരു 1 ഇയറോളം കണ്ടിന്യൂ ചെയ്ത് അടുത്ത വർഷമാണ് ഞാൻ റിപ്പീറ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഫീസൊക്കെ റെഡി ആക്കിയിട്ട് ജോയിൻ ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുക. ജോയിൻ ചെയ്യാന്നുള്ളത് ഒരു തീരുമാനം എടുത്തു. പക്ഷെ അത് ഞാൻ നേരിട്ടൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ, 1-2 വർഷത്തോളം ഞാൻ പഠിച്ചിട്ടില്ല, ഒരു ടച്ചും ഇല്ല ബുക്കായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത് എനിക്ക് മാത്സ് ഇഷ്ടമല്ല. അപ്പൊ ഫിസിക്സ് ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്കത് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്താ പറയാ, ഒരു ആദ്യമായിട്ട് +1 ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഫിസിക്സ് കേട്ട് അതേ പ്രതീതിയായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന സമയത്തുണ്ടായിരുന്നു. കാരണം കോവിഡ് ഇങ്ങനെ ഫസ്റ്റ് വേവ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓൾമോസ്റ്റ് ഞാൻ എന്നെ കടലാസ് തോണി, എന്റെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഷോപ്പ് ഓൾമോസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ, ഈ പാർട്ട് ടൈം ജോബിന്റെ കൂടെ തന്നെ ഞാൻ റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിലൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ അത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു, കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞോണ്ടിരുന്ന, ഫിദ ഇപ്പൊ കോവിഡ് ആണ്, എല്ലാം ഓൺലൈനാണ്. അപ്പൊ ഈ ഹോസ്റ്റലിൽ പോയി പഠിക്കുന്ന കുട്ടികളും വീട്ടിൽ നിന്ന് എല്ലാവരും ഇപ്പൊ ഓൺലൈനിലോട്ട് മാറി. അപ്പൊ നീ ഇപ്പൊ വീട്ടിലിരുന്ന് പഠിക്കുന്നതും അവരെല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുന്നതും തമ്മിൽ ഈക്വൽ ആണ്. അതായത് ഓഫ്ലൈനിന്റെ ഒരു ബെനിഫിറ്റ് ഇല്ല, എല്ലാവരും ഓൺലൈൻ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പൊ ഇത് നിനക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നീ ഒന്നുകൂടെ എഴുതി നോക്ക് എന്ന് എല്ലാവരും ഇങ്ങനെ എൻകറേജ് ചെയ്തപ്പോൾ എനിക്ക് യെസ്, ഓൺലൈൻ ആണ്, ഫീസും കുറവാണ്, നമുക്ക് ഓക്കെ ആണ്. അപ്പൊ ഒരു 1 ഇയർ ഞാൻ ആ പാർട്ട് ടൈം ജോബും കടലാസ് തോണിയിൽ നിന്നും സേവ് ചെയ്ത് എൻ്റെ ഫസ്റ്റ് എമൗണ്ട് ഞാൻ സൈലത്തിലാണ് ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്.
ഫിസിക്സിനെ എങ്ങനെ ടാക്കിൾ ചെയ്തെടുക്കും എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല എനിക്ക്. ഒന്നാമത് എനിക്ക് മാത്സിൽ ബേസിക്സ് ഇല്ല. ബേസിക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഈ 10ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും എനിക്ക് ബേസ് ഇല്ല. ഈ ബേസ് ഇല്ലാതെ നമുക്ക് ഫിസിക്സിനെ ടാക്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആ സമയത്ത് ഓൺലൈനിൽ സൈലത്തിൽ പഠിക്കുന്ന കുറേ കുട്ടികൾ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ സ്റ്റഡി ഗ്രൂപ്പുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫോക്കസ്ഡ് ടു ആപ്പ് ഒരു ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്തു. പോമഡോറോ ടെക്നിക്ക് 25 മിനിറ്റ് പഠിക്കുന്നു, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, 25 മിനിറ്റ് പഠിക്കുന്നു, ഇങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അപ്പം ഈ പോമഡോറോ ടെക്നിക്ക് ഇതിലാകുമ്പോൾ ഫോക്കസ്ഡ് ആപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എത്ര ഹവേഴ്സ് അതിൽ ഇരുന്നു എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് ഷെഡ്യൂൾ ഹിസ്റ്ററി അതിലുണ്ടാവും. അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരേ സമയം പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പ്സും അവൈലബിൾ ആണ്. ഈ ഗ്രൂപ്പിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയ കുറെ സെയിം നീറ്റ് ആസ്പിറൻസിന്റെ ഗ്രൂപ്പിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് പേര് ചേർന്ന് ടെലഗ്രാമിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനും അതിൽ ഓട്ടോമാറ്റിക്കലി ആഡായി. അതിൽ നിന്ന് നമ്മളിപ്പം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് അതേ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരും എന്ന് പറയുന്ന പോലെ ആ സമയത്ത് നീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന പല കുട്ടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെടാൻ, എല്ലാവരും സ്ഥലത്തിലല്ലേ പഠിക്കുന്നത് എന്നൊരു ഇൻട്രോ എടുത്താണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത്. കോമണായ എല്ലാവരും ഫസ്റ്റും എല്ലാവരും ക്ലാസ് കാണുന്നുണ്ട്, ഞാൻ ക്ലാസ് കാണുന്നുണ്ട്, എല്ലാ ക്ലാസ്സസും കാണുന്നുണ്ട്. ബയോളജി കുഴപ്പമില്ല, കെമിസ്ട്രി കുഴപ്പമില്ല, ഓർഗാനിക് കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അത് പ്രാക്ടീസ് ചെയ്തിട്ട് റെഡി ആവുന്നുണ്ട്. പക്ഷെ ഫിസിക്സ് നമ്മൾ ഡെയിലി ഡിസ്കഷൻ നടക്കാന്ന് വെച്ചാൽ സെമി കണ്ടക്ടേഴ്സ് എളുപ്പമാണ്, അത് ആദ്യം പഠിക്കാം, അതിൽ 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ പറയാം നമ്മൾ റേപ്റ്റിക്സ് ഭയങ്കര പാടാണ്, എന്നാൽ റേപ്റ്റിക്സിലേക്ക് പോവാം. ഇതിങ്ങനെ പറയാൻ എടുക്കുക എന്നല്ലാതെ അന്ന് സാറിന് ലൈവ് ക്ലാസ്സും ഉണ്ടാവും ഇതിനിടയ്ക്ക്. ഈ ക്ലാസ്സിൽ സാറിന്റെ ക്ലാസ്സിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, ഇപ്പൊ റെഡി ആക്കാം. പക്ഷെ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കഴിഞ്ഞ് ഞാൻ ആ ബുക്ക് എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് കാൽക്കുലേഷന്റെ പാർട്ട് എത്തുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്താ പറയാ, അതൊരു ഗ്രാഫ് പോലായിരുന്നു. ഫോക്കസ് ആപ്പില് ഞാൻ ഫിസിക്സിന്റെ ഒരു ടാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കുറെ ടൈം, അതായത് ഒരു 25 മിനിറ്റ്സ് ഞാൻ ക്ലാസ് കാണും, പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഇരിക്കും, പക്ഷെ എനിക്ക് കിട്ടൂല. യൂഷ്വലി ഞാൻ എന്ത് ചെയ്യും, എന്റെ ബുക്ക് എടുക്കും, എന്നിട്ട് സൊല്യൂഷൻസ് മറച്ചു നോക്കും. സൊല്യൂഷൻ നോക്കുമ്പോൾ എനിക്ക് ഇപ്പൊ കിട്ടും എന്നുള്ള ലെവലിൽ ഇരിക്കും, ആൻസർ ഇതാക്കും. പക്ഷെ ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ഞാൻ പതുക്കെ മാറ്റി വെക്കാൻ തുടങ്ങി. ഫിസിക്സ് മാറ്റി വെച്ചിട്ട് ബയോളജിയിലേക്കും കെമിസ്ട്രിയിലേക്കും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങി. കാരണം ബയോളജി എനിക്ക് ഈ സമയം കൊണ്ട് എനിക്ക് ബയോളജി പഠിക്കാമല്ലോ, കെമിസ്ട്രി പഠിക്കാമല്ലോ എന്നുള്ളൊരിതായി. ഇത് എല്ലാ നീറ്റ് ആസ്പിറൻസും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ഫിസിക്സ് ആയിരിക്കും, ഐ മീൻ മാത്സ് ബേസ് ഇല്ലാത്ത ആൾക്കാർക്ക്. ആ സമയത്താണ് ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പിന്നെ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പ് പതുക്കെ വാട്സപ്പിലോട്ടായി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ തുടങ്ങി. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺസേൺസ്, കുട്ടികൾക്ക് അങ്ങോട്ടുള്ള കൺസേൺസ് മനസ്സിലായി. അതിന് എനിക്ക് മനസ്സിലായത് ഞാനാണ് അതിൽ സീനിയർ, ബാക്കി എല്ലാവരും +2 കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ മാത്രമാണ് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഒരു ക്രാഷ് കഴിഞ്ഞു, റിപ്പീറ്റ് കഴിഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഇവരടുത്ത് ചോദിച്ച് പറയാൻ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു പെട്ടെന്ന് ഒരു നമ്മൾ നീറ്റ് എക്സാമിന് ശരിക്കും എഴുതേണ്ടത് +2 കഴിഞ്ഞ ഉടനെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു +1 +2 മുതൽ തന്നെ നമ്മൾ ഇതിന്റെ പ്രാക്ടീസ് തുടങ്ങണം എന്നൊരു സാധനം എനിക്ക് അവരെ കയ്യിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്. ഇപ്പോൾ ഫിസിക്സിന്റെ ഒരു ഭാഗത്ത് മോക്ക് ടെസ്റ്റിൽ റാങ്ക് ലിസ്റ്റ്, ഐ മീൻ നമ്മുടെ സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുൾ ടൈം ഇരുന്ന് 16 hours ഇരുന്ന് പഠിക്കുകയാണ്. അല്ല, ഇതിന്റെ ഇടയിൽ ഉണ്ടായൊരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മക്ക് കാലിന് വയ്യ. ഐ മീൻ ആൾക്ക് ഷുഗർ ഒന്നുമില്ല, പക്ഷെ കാലിലൊരു മുറിവുണ്ട്, പക്ഷെ അത് കുറെ കാലമായിട്ട് ഹീൽ ചെയ്യാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഉമ്മ പെട്ടെന്ന് ഒരു വീട്ടിൽ വീണു. വീട്ടിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വീണു. ഉമ്മന്റെ കാലിന്റെ നമ്മളെ കാലിന്റെ ജോയിന്റിന്റെ എല്ല് പൊട്ടി, അതിന്റെ ഓപ്പറേഷൻ, ഹോസ്പിറ്റല്, അങ്ങനെ അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് എടുത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് എക്സാമിന്റെ അന്നത്തേക്ക് വരെ ഞാനത് പ്രിപ്പയർ ചെയ്ത് എത്തുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കിത് എക്സാം എഴുതണം, എനിക്ക് പഠിക്കണം, എനിക്ക് ഒറ്റ ഗോളേ ഉണ്ടായിരുന്നുള്ളൂ, എക്സാം എഴുതണം, എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യണം, എനിക്ക് മെഡിക്കൽ കോളേജിൽ എത്തണം. വേറെ ഒന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് മെന്റലി അനുഭവിക്കുന്ന യൂഷ്വലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉമ്മ അവിടെ കിടക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യണം, അത് ഞാനും ഉപ്പയും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പല കാര്യം ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ പൂഴി ഒക്കെ വരാൻ പോകുന്ന ആളാണ്. അപ്പൊ രാവിലെ ഉപ്പ പോയിട്ട് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഫുഡ് ഉണ്ടാക്കി വെക്കും. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കും. ഞാൻ അതിന് വേണ്ടി എടുത്ത എക്സ്ട്രാ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങി.
എന്നിട്ട് രാവിലെ ഒരു 2 hours ഒരു ഫോക്കസിൽ ഒരു 25 minutes 2 മണിക്കൂർ ഫോക്കസ് ആപ്പ് ഓൺ ആക്കിയിട്ട് ഒരു 25 minutes പോമഡോറോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒരു 2 മണിക്കൂർ പോർഷൻസ് ക്ലാസ്സോ ഒക്കെ കണ്ടു തീർക്കും. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് വീണ്ടും ഇരിക്കും. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. വീട്ടിലിരുന്ന് ഫുൾ ടൈം ഒരു 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയും ഞാൻ ഇങ്ങനെ ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 hours മാത്രം സ്പെൻഡ് ചെയ്ത് പഠിക്കുമ്പോൾ ഓൾറെഡി എനിക്ക് മാത്സ് അറിയില്ല. ഫിസിക്സിൽ ഞാൻ സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. എന്റെ സ്കോറ് നമ്മള് സെൽഫ് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. ഞാനിത് എത്തില്ലേ, എന്താണ് ഇതിന്റെ ഓരോ വട്ടവും ഈ ഒരു സെൽഫ് ഡൗട്ട് എനിക്ക് മേക്കപ്പ് ആയ പോയതിന്റെ മെയിൻ കാരണം ലൈവ് ക്ലാസ്സുകളാണ്. ഉമ്മ ഏകദേശം വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഉമ്മന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നീറ്റ് എക്സാം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഫിസിക്സ് അപ്പോഴും എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ഞാൻ ബയോളജി ഓൾമോസ്റ്റ് പക്കാണ്. ഫിസിക്സ് എനിക്ക് ഏകദേശം ഒക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കി. ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ പഠിച്ചെടുത്ത കാര്യം കൊണ്ട് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. എനിക്ക് സെന്റർ കിട്ടിയത് പാലത്താണ്. അപ്പോൾ ഉമ്മ കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഉമ്മന്റെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു നമുക്ക് ഈ ഒരു ദിവസം തലേന്ന് തന്നെ നേരത്തെ പോവാം, കാരണം നമ്മുടെ റിലേറ്റീവ്സിന്റെ തൊട്ടടുത്താണ് നമുക്ക് സെന്റർ കിട്ടിയത്. സെന്റർ എവിടെ കിട്ടും എന്നുള്ളത് എല്ലാ വർഷവും ഞാൻ ഈ കഴിഞ്ഞ 4 വർഷം എക്സാം എഴുതിയതിലും എനിക്ക് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. എവിടെ കിട്ടും സെന്റർ? ദൂരെ ആണെങ്കിൽ എങ്ങനെ ഞാൻ പോകും? ഒറ്റയ്ക്ക് പോകണോ? എങ്ങനെ അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എന്തോ ഭാഗ്യത്തിന് ഈ പ്രാവശ്യം എനിക്ക് പാലത്ത് സെന്റർ കിട്ടി. നമ്മൾ അവിടെ തലേന്ന് പോവാന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ തലേന്ന് പോവാൻ വേണ്ടി, അതായത് ശനിയാഴ്ച വൈകുന്നേരം ഞാൻ പോവാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യാണ്. അതായത് തറവാട്ടിലേക്ക്, തിരുവണ്ണൂരാണ് തറവാട്, ഫറൂഖിന്ന് ബസ് കയറി ഞാൻ അവിടെ എത്തിയാൽ മതി. വല്യമ്മ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. ഈ റോഡ് ക്രോസ് ചെയ്ത് ചെയ്യുന്ന ആ മൊമെന്റിൽ ഒരു 2-wheeler ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് എന്നെ ഇടിച്ചതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ താഴെ വീണു, ഞാൻ എണീറ്റു. പക്ഷെ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ ഇനി എങ്ങനെ എക്സാം എഴുതാൻ പോകുന്ന ആലോചിച്ച് ഞാൻ അപ്പൊ രണ്ടുപേരും എന്നെ വന്ന് താങ്ങി പിടിച്ച് എണീപ്പിക്കുന്ന മൊമെന്റിൽ എനിക്ക് മനസ്സിലായി എന്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഇടിച്ചിട്ട ആളാണെങ്കിൽ അയാളെ നിർത്തി, പക്ഷെ അയാൾ ഹോസ്പിറ്റലിലേക്ക് വന്നില്ല. CCTVയിലെല്ലാം അയാളുടെ ഫോട്ടോ ഉണ്ട്, പക്ഷെ നമുക്ക് ഇയാളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞാൻ ഉപ്പാനെ ഉമ്മയെ വിളിച്ച് പറയാണ് ഇങ്ങനെ ആക്സിഡന്റ് ആയി, ഞാൻ ഹോസ്പിറ്റലിലാണെന്ന്. എന്റെ മനസ്സിലപ്പം മൊത്തം നാളത്തെ എക്സാം ഞാൻ എങ്ങനെ എഴുതും, എന്താ എനിക്ക് ഈ ഇത്രയും വീട്ടിൽ ഓൾമോസ്റ്റ് ഞാൻ സ്ട്രഗിളിലാണ്. എക്സാമിന് തലേന്ന് എനിക്ക് ആക്സിഡന്റ് പറ്റുന്നു, എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരു 6 മാസം മുന്നേ ഉമ്മ വീണിട്ട് ഡോക്ടറെ കാണിച്ച അതേ ഡോക്ടർ, അതേ ഹോസ്പിറ്റല്, അതേ റൂം, ഉമ്മക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന അതേ വെയിറ്റിംഗ് റൂമില് ഞാൻ എന്റെ കാല് കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. അതേ സെയിം ഡോക്ടർ വന്നു, നോക്കി, കാലിൽ പ്ലാസ്റ്റർ ഇട്ടു, സ്ക്രാച്ച് ആണെന്ന് പറഞ്ഞു, എല്ല് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എല്ല് പൊട്ടിയത് ഒന്നുമല്ല എന്റെ മനസ്സിൽ. അത് നാളെ എക്സാം ആണ്, എങ്ങനെ പോകും? അപ്പോഴാണ് അനിയനും ഉമ്മ എല്ലാവരും വന്നു, ഒപ്പത്തിനേക്ക് വന്നു, നമുക്ക് നാളെ തന്നെ എന്തായാലും എക്സാം എഴുതാൻ പോകണം, നാളെ രാവിലെ തന്നെ നമുക്ക് പോവാം എന്നൊരു ഇതിലെത്തി. അപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു 24 മണിക്കൂർ ആയിട്ടില്ല. വീണ്ടും നന്നായിട്ട് തലയ്ക്ക് വേദനയുണ്ട്, കൈയും കാലൊക്കെ അവിടെയും വേദനയുണ്ട്. കാരണം നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തൊന്നും എടുക്കാൻ, എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാം ഹാളില് ഒരു ബെഞ്ചിൽ ഇരുത്തിയിട്ട് എല്ലാവരും കൂടെ താങ്ങി പിടിച്ചായിരുന്നു എന്നെ എക്സാം ഹാളിലോട്ട് കയറ്റിയത്. അവിടെ ചെന്നപ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കാരണം കാലിൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ നീറ്റിൻ്റെതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു അവിടെ ചെന്നപ്പോൾ. പക്ഷെ എനിക്ക് എക്സാം തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം നല്ല പെയിൻ ഉണ്ടെന്ന് മാത്രമല്ല, ഈ കാല് കയറ്റി വെച്ച് ആ മേശയിൽ ഇരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചെന്ന് വെച്ചാൽ എക്സാം എഴുതേണ്ടിയില്ലായിരുന്നു, ഈ തീരുമാനം തെറ്റാണല്ലോ എന്നൊരു മൈൻഡ് സെറ്റിലാണ് അവിടെ നിന്നത്.